സാർ നമസ്കാരം. നമസ്കാരം. മാസപ്പടി വിവാദം പുതിയ വഴിത്തിരിവുകളിലേക്ക് മാറുന്നു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ഓരോ വാർത്തകൾ ചെയ്യുമ്പോഴും തീർച്ചയായും ഈ മാസപ്പടി വിവാദം വീണ വിജയനിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അത് പിണറായി വിജയനിലേക്കും പിണറായി വിജയന്റെ മരുമകനും വീണയുടെ ഭർത്താവുമായ മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിലേക്ക് കൂടി എത്തുന്നതാണ് എന്ന് ക്രൈം നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രൈം പറഞ്ഞ കാര്യങ്ങൾ പലപ്പോഴും പല സമയത്തും കൃത്യമായി തന്നെ വന്നിട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇപ്പോഴും ക്രൈം റിപ്പോർട്ട് ചെയ്ത അതേ ന്യൂസ് വീണ്ടും സത്യാവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പറഞ്ഞു വരുന്നത്, ഇന്നലെ കോഴിക്കോട് നഗരത്തിൽ 18 ഇടങ്ങളിലായി ED റെയ്ഡ് നടന്നു. ED റെയ്ഡ് നടത്തിയത് മുൻ മന്ത്രിയും വീണ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടെ വീട്ടിലാണ് എന്നുള്ളതാണ്. അതിൽ ഒരാൾ മാത്രമാണ് CPM-മായി രാഷ്ട്രീയമായി ബന്ധമുള്ള ആളുകൾ. ബാക്കി എല്ലാവരും മുഹമ്മദ് റിയാസിന്റെ കുടുംബ സുഹൃത്തുക്കളും അതുപോലെ മുഹമ്മദ് റിയാസ് കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള കൂട്ടുകാരും തന്നെയാണ്. മുഹമ്മദ് റിയാസിന്റെ ബിസിനസ്സിൽ പങ്കാളികളുമാണ് പലരും. എന്നാൽ ഇവരിലേക്ക് EDയുടെ അന്വേഷണം ചെല്ലാനുള്ള കാരണം, വീണ വിജയന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ അവിടെ നിന്നൊരു ചുവന്ന ഡയറിയും വീണയുടെ ഫോണും ED കണ്ടുകെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചുവന്ന ഡയറിയിലാണ് കോഴിക്കോട് മുഹമ്മദ് റിയാസിന്റെ 4 സുഹൃത്തുക്കൾക്ക് വീണ വിജയൻ പണം നൽകിയതായി പറയുന്നത്. ഈ പണം എന്തിനു നൽകി? അതായത് CMRൽ നിന്ന് കിട്ടിയ പണം ലേക്കർ ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലേക്ക് അത് തുടങ്ങുന്നതിന് വേണ്ടിയാണോ, അതോ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കൾക്ക് പുതിയ ബിസിനസ് സംരംഭത്തിന് വേണ്ടിയാണോ എന്നുള്ളതൊക്കെയാണ് ED അന്വേഷണ വിധേയമാക്കിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 18 ഇടങ്ങളിൽ ഇന്നലെ റെയ്ഡ് നടന്നത്. ഇന്നിപ്പോൾ മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയുന്നു, നിയമപരമായും രാഷ്ട്രീയപരമായും ഈ കേസിനെ നേരിടും. എന്നാൽ മാധ്യമങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിനും മുഹമ്മദ് റിയാസ് ഉത്തരം നൽകുന്നില്ല. ഇത് നിയമപരമായി നേരിടുന്ന കാര്യമായതിനാൽ നിങ്ങളോട് കൂടുതൽ വെളിപ്പെടുത്താനാകില്ല. പക്ഷെ ഒന്ന് ഞാൻ പറയാം, വീണ വിജയൻ വളരെ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ്. ഉയർന്ന ശമ്പളത്തിൽ ഉയർന്നൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ്. അവർക്കൊപ്പം ജോലി ചെയ്തിരുന്നവർ ഇന്ന് ഉന്നത റാങ്കുകളിലെത്തി. അതുകൊണ്ട് തന്നെ അവരൊരു കമ്പനി തുടങ്ങി മറ്റൊരു കമ്പനിക്ക് കൺസൾട്ടേഷൻ നൽകുമ്പോൾ വലിയ തുക അവർക്ക് വാങ്ങിക്കാനുള്ള യോഗ്യതയുണ്ട്. ഈ ഒറ്റ കാര്യം മാത്രമാണ് മുഹമ്മദ് റിയാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത്. എങ്ങനെയാണ് നന്ദകുമാർ സാർ ഈ ഒരു മാധ്യമ സമ്മേളനത്തെയും റെയ്ഡിനെയും നോക്കിക്കാണുന്നത്? അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തെ മുച്ചൂട് നശിപ്പിച്ച് കിട്ടാവുന്നതൊക്കെ അടിച്ചെടുത്ത് വിദേശത്ത് എത്തിച്ചിട്ടുള്ള ആളുകളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് എത്ര തവണ വിദേശത്തേക്ക് യാത്ര ചെയ്തു, എത്ര തവണ വീണ വിജയൻ വിദേശത്ത് യാത്ര ചെയ്തു, പിന്നീട് മുഖ്യമന്ത്രി എത്ര പ്രാവശ്യം യാത്ര ചെയ്തു എന്ന് പരിശോധിച്ചാൽ ഇവർ പോയതിൻ്റെ എല്ലാ വിവരങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളം ഞെട്ടുന്ന വിവരങ്ങളാണ് പുറത്തു വരാൻ സാധ്യതയുള്ളത്. അതിന് കാരണം നേരത്തെ തന്നെ മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത ബന്ധുവായ ഫാരിസ് അബൂബക്കർ പിണറായി വിജയൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളായി മാറിയിരുന്നു. ഫാരിസ് അബൂബക്കർ നേരത്തെ സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ നേരത്തെ അദ്ദേഹം നടത്തിയിരുന്നത് എന്താണെന്ന് അറിയാമോ? കിഡ്നി തട്ടിപ്പായിരുന്നു. കിഡ്നി തട്ടിപ്പ് നടത്തി, അവിടുന്ന് കോടികൾ തട്ടിപ്പ് നടത്തിയപ്പോൾ അവിടുന്ന് പോലീസ് കേസിൽ പ്രതിയാക്കി. പിന്നെ അവിടെ നിന്ന് മുങ്ങിയിട്ടാണ് കേരളത്തിലെത്തുന്നത്. ആ കാലഘട്ടത്തിലാണ് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനി പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിൽ രൂപീകരിക്കുകയും അത് മേൽനോട്ടം വഹിച്ചിരുന്നത് ആരാണ്? മകനായിരുന്നു. അങ്ങനെ ആ കമ്പനി രൂപീകരിച്ചതിന് ഏത് പണമാണോ വന്നതെന്നറിയാമോ? നമ്മുടെ മലബാർ ക്യാൻസർ സെൻ്ററിലെ വരേണ്ട SNC ലാവലിൻ കമ്പനിയുമായുള്ള കരാറിൽ കനേഡിയൻ ഗവൺമെൻറ് കൊടുത്ത ഫണ്ടാണ്. ആ ഫണ്ട് തട്ടിയെടുത്ത് 75 കോടി രൂപ അവിടേക്ക് വരുത്തിച്ചു. അങ്ങനെയുള്ളൊരു ബന്ധം അന്ന് മുതലേ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ മുഹമ്മദ് റിയാസ് ഉണ്ടായിരുന്നു. പിന്നീട് ക്രൈമിൻ്റെ ഓഫീസ് ആക്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ ഞെട്ടിക്കുന്ന രേഖകളും ലാവ്ലിൻ കേസിലെ രേഖകളും കിട്ടിയ ശേഷം പിണറായിയുടെ ഏറ്റവും വിശ്വസ്തനായി തീർന്നു ആര്? മുഹമ്മദ് റിയാസ്. അതല്ലെങ്കിൽ പിണറായിനെ ഏറ്റവും വരട്ടാൻ കഴിവുള്ള ആളായി തീർന്നു മുഹമ്മദ് റിയാസ്. അത്രയും ഡാമേജ് ഉണ്ടാക്കുന്ന ഡോക്യുമെൻ്റ് ആയിരുന്നു അത്. കാരണം മലബാറിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി വരേണ്ട പണം പിണറായി വിജയൻ തട്ടിയെടുത്തു എന്ന് പറയുന്ന രേഖ പുറത്തു വന്നാൽ എന്തായിരിക്കും സ്ഥിതി? അത് വെച്ചിട്ടാണ് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പിണറായി വിജയൻ്റെ മകളെ അടക്കം വിവാഹം കഴിപ്പിച്ച് കിട്ടുകയും മന്ത്രിയാവുകയും ഒക്കെ ചെയ്തതിന് കാരണം അതാണ്. അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് തട്ടിപ്പിൻ്റെ ഉസ്താദാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. തട്ടിപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഫാരിസ് അബൂബക്കർ മുഹമ്മദ് റിയാസിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനാണെങ്കിൽ അതിൻ്റെ ആസ്ഥാന ഗുരുവാണ് താനും. ഇവർ തമ്മിലുള്ള കോക്കസ്
ചേർന്നിട്ടാണ് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് കോടാനുകോടി രൂപ വിദേശത്ത് എത്തിച്ചത്. ഏകദേശം 1 ലക്ഷം കോടി രൂപ ഇവർക്ക് വിദേശത്ത് കള്ളപ്പണ നിക്ഷേപം ഉണ്ടെന്നുള്ള വിവരമാണ് ക്രൈമിനുള്ളത്. കാരണം 2021 ക്രൈമിൻ്റെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ 10,000 കോടി രൂപയുടെ കള്ളപ്പണ നിക്ഷേപത്തിൻ്റെ വിവരങ്ങളാണ് ക്രൈമിന് കിട്ടിയത്. അതിൽ മുഹമ്മദ് റിയാസുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്, വീണ വിജയനുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്, മകൻ വിവേക് തായ്ക്കണ്ടിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലെ പണ ഇടപാടുകളെ കുറിച്ചടക്കമുള്ള റെക്കോർഡുകളാണ് എനിക്ക് അന്ന് വന്നത്. അപ്പം 2021 ശേഷം 2026 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കൊള്ള തന്നെയായിരുന്നു കൊള്ള. അപ്പം ഇങ്ങനെ കിട്ടുന്ന പണം നേരിട്ട് ഇവർ കൈകാര്യം ചെയ്യാറില്ല. ഇവർ കുറേ ഏറ്റവും വേണ്ടപ്പെട്ട കൂടെ നിൽക്കുന്ന ആളുകൾ വഴിയാണ് ഇടപാടുകളെല്ലാം നടത്തിയിട്ടുള്ളത്. അങ്ങനെയുള്ള 18 പേരുമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ഈ പല മേഖലകളായി കിടക്കുന്ന ഓരോരുത്തരുടെയും സ്ഥലങ്ങളോ അല്ലെങ്കിൽ വീടുകളോ കേന്ദ്രീകരിച്ച് നടന്ന റെയ്ഡ്, ആ റെയ്ഡ് വെറുതെ ഒരു ദിവസം വന്നിട്ട് അവർ പ്രഹസനം കാണിക്കാൻ വന്നതല്ല, വെൽ പ്ലാൻഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന് കാരണം ഈ ചുവന്ന ഡയറി മാത്രമല്ല, വീണ വിജയൻ്റെ മൊബൈലിൽ എല്ലാ വിവരങ്ങളും ക്ലൗഡിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ED-ലെ ഒരാൾ ഉദ്യോഗസ്ഥൻ എന്നോട് സൂചിപ്പിച്ചിട്ടുള്ളത്. വരാൻ പോകുന്നത് ഇതൊന്നല്ല, ഇനിയും വലിയ റെയ്ഡുകളും വലിയ ഞെട്ടിക്കുന്ന സംഭവങ്ങളും പുറത്തു വരാൻ പോവുകയാണ്. സാർ, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞാൻ ഇടപെട്ട് സംസാരിക്കുകയല്ല, ഈ കോഴിക്കോട് ഈ റെയ്ഡ് നടക്കുമ്പോൾ മുഹമ്മദ് റിയാസുമായി ബന്ധമുള്ള അടുത്ത ഫാമിലി സുഹൃത്തുക്കളുടെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. ഇതിൽ CPM-ഉമായി ബന്ധപ്പെട്ട ഒരാളുണ്ടായിരുന്നുള്ളത് മാത്രമാണ് കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നെ ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് റെയ്ഡ് നടക്കുന്നത് എന്ന് MV ഗോവിന്ദനും മുഹമ്മദ് റിയാസും പറയുമ്പോൾ ബാക്കി ആളുകളെല്ലാവരും മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം മാത്രമാണുള്ളത്, രാഷ്ട്രീയ ബന്ധം എല്ലാവർക്കുള്ളത്. അതായത് ബിനാമി ഇടപാടുകൾ നടത്താൻ വേണ്ടി തൻ്റെ സ്വന്തം പേരിൽ പാടില്ല, വിശ്വസ്തരായ ആളുകൾ വഴി മാത്രമേ നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇവർ വഴിക്ക് ഈ ഇടപാടുകളെല്ലാം നടത്തുന്നു, വിദേശത്ത് പോയി അത്തരം പണമെല്ലാം നിക്ഷേപിക്കുന്ന അവരുടെ ബന്ധപ്പെട്ട സ്ഥലങ്ങൾ ഇതാവുന്നതും. അപ്പോൾ അതിനുവേണ്ടി നേരിട്ട് റിയാസിൻ്റെയോ അതേപോലെ പിണറായി വിജയൻ്റെയോ അക്കൗണ്ടിൽ ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നേരത്തെ തന്നെ പിണറായി വിജയൻ പഠിച്ച കള്ളനായതുകൊണ്ടാണല്ലോ 75 കോടി രൂപ മലബാർ ക്യാൻസർ സെൻ്ററിലേക്ക് വരേണ്ട പണം സിംഗപ്പൂരിലേക്ക് വരുത്തിച്ചത്. സിംഗപ്പൂരിൽ നിന്ന് ലാവലിംഗ് കമ്പനി അങ്ങോട്ട് അയച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം ഇവിടെ ഇല്ലല്ലോ. ഇതാണ് ആ നിയമപരമായ വശം, പിടിക്കപ്പെടാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ്സാണ് പിണറായി വിജയനും മരുമോനും മകളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ പണമെല്ലാം അവർ കൃത്യമായി പല മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പല ബിസിനസ്സുകൾ രൂപീകരിച്ച് അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. എവിടെ നിന്നാണ് ഈ പണം വന്നിരിക്കുന്നത്? പല മേഖലകളിൽ നിന്നാണ്. ഒന്ന്, നമ്മുടെ കമല കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട മാസപ്പടി വിവാദം, അത് മാത്രമല്ല, റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടും എല്ലാ ഇടപാടുകളിലും വീണ വിജയനാണ് കൃത്യമായി അതിൻ്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചിരുന്നത്. എല്ലാ കോൺട്രാക്ടർമാരുടെ നിന്നും ബിസിനസ്സുകാരിൽ നിന്നും കൃത്യമായി പണം ചോദിച്ചു വാങ്ങിയിട്ടാണ് അവർ കച്ചവടം ഉറപ്പിച്ചിരുന്നത്. അതിന് അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്കല്ല, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും അവരോട് ബന്ധപ്പെട്ടതല്ല, പകരം ഇത്തരം കുറച്ച് ബിനാമി ആളുകളെ കൊണ്ടുവച്ച് അവർ വഴിയാണ് ഈ ഇടപാടുകളെല്ലാം നടത്തി ആ പണമെല്ലാം വിദേശത്ത് എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി ആണ് അവർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ രൂപമാണ് ഇപ്പോൾ 18 സ്ഥലങ്ങളിൽ നടന്ന റെയ്ഡും അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും. അതിൽ ഒരാൾ മാത്രം ക്രൈമിൻ്റെ ഓഫീസ് മുമ്പ് ആക്രമിച്ച വിപിൻ മാത്രമാണ്. വിപിൻ തന്നെയാണ് നിഖിൽ ക്രൈമിന്റെ ഓഫീസ് ആക്രമണത്തിന് മുഹമ്മദ് റിയാസിനോടൊപ്പം വന്ന ഗുണ്ടയായ നിഖിൽ, SFI നേതാവായിരുന്ന നിഖിലാണ് ഇതിനകത്തൊരു പ്രതിയായിട്ടുള്ളത്. അദ്ദേഹത്തിനാണെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷന്റെ അവിടെയുള്ള എല്ലാ പരസ്യങ്ങളുടെയും അദ്ദേഹത്തിന് കാലാകാലമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ കമ്പനിക്ക് സോൾസ് എന്ന് പറഞ്ഞൊരു കമ്പനി നിയമവിരുദ്ധമായിട്ടാണ് അതെല്ലാം നടന്നിരിക്കുന്നത്. അതിനൊക്കെ കമ്മീഷൻ ഓരോ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കുള്ളതാണ് എന്നുകൂടിയുണ്ട് ഒരു പരിധിവരെ. അപ്പോൾ അതിൻ്റെ ഒരു മുഖ്യ പണത്തിന്റെ ഇടനാലക്കാരൻ എന്ന് പറയുന്നത് മുഹമ്മദ് റിയാസാണ്. ബാക്കി ഇതേപോലുള്ള ബിനാമി ഇടപാടുകൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ആളുകളാണ്. മുഹമ്മദ് റിയാസിനോ പിണറായി വിജയനോ അല്ലെങ്കിൽ വീണ വിജയനോ അവർക്ക് സ്വന്തമായിട്ട് ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങി അതിലൂടെ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഒരു പരിമിതിയുണ്ട്. അത് വേഗത്തിൽ ശ്രദ്ധിക്കപ്പെടും. ഇപ്പോൾ തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദമാണ് വീണ വിജയനെ പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അതേസമയത്ത് സുഹൃത്തുക്കളായ ആളുകളെ വെച്ച്
അവരൊരു ബിസിനസ് സ്ഥാപനം തുടങ്ങി. അതുവഴി പല പണ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടില്ല എന്നുള്ളതായിരുന്നു ഇവർ ഉദ്ദേശിക്കുന്നത്. പല ഇടപാടുകളിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ക്ലിഫ് ഹൗസിൽ വെച്ച് വീണാ വിജയൻ നിശ്ചയിച്ച് ഇന്ന ആളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാൻ പറയും. അങ്ങനെയുള്ള ഇടപാടുകളാണ് നടന്നത്. അതിൻ്റെ രേഖകളാണ് എവിടെ നിന്ന് കിട്ടിയത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് കിട്ടിയ വീണാ വിജയന്റെ ചുവന്ന ഡയറി. ആ ചുവന്ന ഡയറി എന്ന് പറയുന്ന ചെറിയ സംഭവമൊന്നുമല്ല. അത് മുഴുവൻ വിവരങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ കേരളം കത്തുന്ന ഞെട്ടുന്ന വിവരങ്ങൾ അതിനകത്തുള്ളത്. നമുക്കറിയാം, വിദേശത്ത് അവർക്ക് ഉള്ള ഇടപാടുകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഡയറിയിലും സൂക്ഷിച്ചിട്ടുണ്ട്, അതേപോലെ ക്ലൗഡിലും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛന് ശേഷം അച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് മകനല്ല മകളാണ് എന്നാണ് മകളുടെ നിശ്ചയം. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ വരച്ച വരയിൽ നിർത്തിക്കൊണ്ട് ആ വിദേശത്തുള്ള ഇടപാടുകളെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് വീണാ വിജയനാണ്. മകൻ അത്രത്തോളം കഴിവുള്ള ആളല്ല, എന്നാലും അബുദാബി കൊമേഴ്സ് ബാങ്ക് അടക്കമുള്ള കാര്യങ്ങളിൽ മകനാണ് നോക്കുന്നത്. സിംഗപ്പൂരിൽ നേരത്തെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് മകനായിരുന്നു. അപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ കൃത്യമായി ഡയറിയിൽ നിന്നും ക്ലൗഡിൽ നിന്നും മൊബൈലിലെ സൂക്ഷിച്ച ക്ലൗഡിൽ നിന്നെല്ലാം കിട്ടിയോട് കൂടിയിട്ടാണ് ED വളരെ തന്ത്രപരമായി വളരെ സൂക്ഷിച്ച് വളരെ കൃത്യതയോടുകൂടി ഇന്നലെ റെയ്ഡിനെത്തിയത്. ആ റെയ്ഡ് സത്യം പറഞ്ഞാൽ അവർ യന്ത്രത്തോക്കുമായി പറന്നെത്തുകയും പെട്ടെന്ന് ഇടിച്ചു കയറുകയും ആ പെട്ടെന്നുള്ള നീക്കത്തിൽ ശരിക്കും ഞെട്ടി. ഇതാരാണ്? പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിയുമാണ്. അതേപോലെ ഈ കാര്യത്തിൽ നിന്ന് ഊരുന്നതിന് വേണ്ടി സാധാരണ പറയുന്ന ഭാഷ, റിയാസ് പറയുന്ന ഭാഷ, അല്ലെ മാർക്സിസ്റ്റ് പാർട്ടി പറയുന്ന ഭാഷ എന്താ? നിയമപരമായും രാഷ്ട്രീയമായും നേടും. നിയമപരമായി നേരിടുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയപരമായി നേടുന്നത് എങ്ങനെ? ഇവരുടെ ബിനാമി ഇടപാടുകളിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പല ഇടപാടുകളെയും കിട്ടിയ പണം പലരുടെയും പേരിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ള കൃത്യമായ വിവരമല്ലേ ഡയറിയിൽ നിന്ന് കിട്ടിയത്? ഡയറി മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എഴുതിയതല്ലേ? അതിലുള്ള കൃത്യതയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കൈവശം. അതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇവിടെ വന്നാൽ നമ്മൾ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് സത്യം.